എങ്ങനെയുണ്ട് വ്യൂ? ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ പ്രധാന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയാണ്. അപ്പം ഇറങ്ങി വന്ന് ഞങ്ങൾ ആ കാര്യം പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു. കാരണം എന്താ പറയുക, ഇരുട്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് പോകണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ നിർത്തിയത്. ഞങ്ങൾ അങ്ങ് പോയിട്ട് ആ കാട്ടി പോയിട്ടാണ് തിരിച്ചിങ്ങ് വന്നത്. അതെന്ന് പറഞ്ഞാൽ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഈ എന്താ പറയുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? തമിഴ്നാട് ഒരു വണ്ടിപ്പെരിയാർ പോകാൻ പറ്റുന്ന, ഇതിലെ പോയാൽ വണ്ടിപ്പെരിയാറാണ്. ഇതിന്റെ അപ്പുറം സൈഡ് തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കണ്ണനോട് ഇവിടെ നിർത്താൻ പറഞ്ഞു. ലൈറ്റ് പോണതിന് മുമ്പ് ഒരു വീഡിയോയും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യണം. അപ്പം നല്ലൊരു വീടാണിത്, ഈ കാണുന്ന ഒരു വീടാണ്. അടിപൊളി ഒരു വർക്കാണ് ആ വീടിൻ്റെ. ഇഷ്ടമായി. നമുക്കിങ്ങനെ കണ്ടാസ്വദിക്കാം അല്ലേ? കിട്ടിയില്ലെങ്കിലും കണ്ടാസ്വദിക്കാം. അതിനാർക്കും കാശ് കൊടുക്കണ്ടല്ലോ അല്ല കണ്ണ, കണ്ടാസ്വദിക്കാം. അപ്പം അങ്ങോട്ടേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ താഴെ കുറേ വീടുകളൊക്കെ, എല്ലാം നല്ല വീടുകളൊക്കെയാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലവും കൂടിയാണ്. ഇനി ഇരുട്ട് വീണ് കഴിഞ്ഞാല് ഇരുട്ട് വീണ സ്ഥലമാണ്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അല്ല, അവര് പറഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു 7-7:30 ആന ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്താ അങ്ങോട്ട് റബ്ബറും കൃഷി വാഴയൊക്കെയാണ്. ഇത് മുള്ളുണ്ട് ആ സൈഡ് കണ്ടോ. അപ്പം ഈ ഒരു വ്യൂ നിങ്ങളിപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ വയനാട്ടിൽ ഞാൻ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്ന ഈ ചൂരന്മല എന്ന് പറയുന്ന സ്ഥലം ഇതുപോലത്തെ ഒരു സ്ഥലമാണ്. ഈ കാണുന്ന ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത്. ചൂരന്മല എന്ന് പറയുന്ന സ്ഥലം ഇതേപോലെ ഒരു സ്പേസ് ആണ്. പക്ഷെ ഇതിൽ ഇത്തിരി കൂടി ഹില്ലാണ്. ഇതിൽ ഇച്ചിരി കൂടെ ഉണ്ട്. ഏകദേശം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, അവിടെ കണ്ടോ മല താഴ്വര കണ്ടോ, മല കണ്ടോ, ഇങ്ങനെ മലയും താഴ്വരയും. ആ കാണുന്ന എല്ലാം റബ്ബറാണ് കേട്ടോ. റബ്ബറിന്റെ ഈ നിരപ്പായ സ്ഥലത്ത് ഇവിടെയുള്ള ആളുകൾ വാഴയും ചെറിയ ചെറിയ തൈ റബ്ബറും എന്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കാണാം. ഇങ്ങനെ നല്ലൊരു ഇത്രയും ഭാഗം നല്ലൊരു സ്പേസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇവിടെ ഇറങ്ങിയ ഒരു വീഡിയോ കാട്ടിക്കൂടിയുള്ള റൂട്ടാണ്. അപ്പൊ എല്ലാവരും സീതത്തോട് യാത്ര ചെയ്യുക. ഹെൽമെറ്റ് ഇട്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ എല്ലാവരും ഇതേപോലെയുള്ള ശാന്തതയുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുക, സമാധാനം തേടുക. പിന്നെ എന്താ പറയുക, ശ്രദ്ധിക്കുക. ഉരുൾപൊട്ടൊക്കെ ഉണ്ടാവും, അപ്പൊ ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധ വേണം. പിന്നെ പരമാവധി കാട്ടിക്കൂടി രാത്രിയുള്ള യാത്ര ഒഴിവാക്കുക അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ലൈഫ്, ഹാപ്പി ജേണി, ഹാപ്പി സൺഡേ. അപ്പോൾ ഇനി കുറച്ച് ബിസിയാണ്. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം വീഡിയോ ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിലും ആരും വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നീട് എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് ഞാൻ വരും. കുറച്ച് ആധികാരികമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീഡിയോയിൽ പറയും. അതിൻ്റെ തയ്യാറെടുപ്പാണ്. ഇപ്പം ഞാനൊന്നും പറയത്തില്ല. ഇനി ഇവിടെ കുറച്ച് ആളുകളെ കാണിക്കട്ടെ. ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഒരു ഹായ് പറഞ്ഞേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. ദേവലോകം ചെയ്യ. ഇങ്ങോട്ട് തിരിഞ്ഞ് പറ. ഇങ്ങോട്ട് തിരിഞ്ഞ് പറ. ഇങ്ങോട്ട് തിരിഞ്ഞേ, മുഖം കാണിച്ച്. അവനെ ഇങ്ങോട്ട് തിരിച്ചേടാ. ഇങ്ങോട്ട് തിരിയാൻ പറ. തിരിഞ്ഞിട്ടൊരു ഹായ് പറ. നേരെ നല്ലോണം പറ. ഇങ്ങനെ വീഡിയോയിൽ കാണും കേട്ടോ. ഇനി ഇത് പോസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ ഫ്രീ ആവുമ്പോ ഇരിക്കുമ്പോ പോസ്റ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യും. കിട്ടും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ദേവലോകം ഇവിടെ ജോലിയാ. എവിടെ?
എന്താ കോതമംഗലത്ത് നിന്ന് ഇവിടെ വന്ന് കൃഷിയും ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരാണ്. അപ്പൊ ദേവലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ദേവലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടിപൊളി. ഓക്കെ ഞാനിവിടെ ഇതൊക്കെ നമ്മളെ സഹോദരങ്ങളാ. അതെ, ഞാൻ ഇവരെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇവരെയൊക്കെ സ്നേഹിക്കുക. അതെ, എൻജോയ്മെന്റ്. ഞങ്ങൾ ഫുള്ള് എന്റർടൈൻമെന്റ് ചാനലാണ്. ഫുള്ള് നമ്മൾ സാധാരണക്കാരെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇടക്കോട്ടാ പോണത്. മനസ്സിലായ? ഒരുപാട് പേര് വേദനയോട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അവര് ഇടക്കോട്ട് പോയിട്ട് കോതമംഗലം അവിടെ നമ്മുടെ കോട്ടയല്ലേ? അല്ല, കോട്ടയം മൂന്നാറൊക്കെ പോണ റൂട്ട് അത് തന്നെ. നമ്മ പോണ വഴി നേര്യമംഗലം അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. എവിടെ? അടിപൊളി. എന്താ പാവം ചേട്ടന്മാരൊക്കെ. ആ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ. സേഫ് ആൻഡ് ലൈഫ്, സേഫ് ആൻഡ് ഹാപ്പി. ഞാൻ എന്തായാലും രാവിലെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വന്നുകൊണ്ട് ഫ്രീ ആയി, റിലാക്സ് ആയി. ഓക്കെ, താങ്ക് യു. അവർക്ക് ചെയ്തു കൊടുക്കുന്നു.